നമസ്കാരം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ തലച്ചോറും തമ്മിൽ എന്താണ് ബന്ധം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. നാം കഴിക്കുന്ന ഓരോ പിടി ഭക്ഷണവും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിന്റെ നിർമ്മാണ ബ്ലോക്കുകളായി എങ്ങനെ മാറുന്നു എന്ന് നമുക്കിന്ന് വളരെ രസകരമായി മനസ്സിലാക്കാം. ശരി, നമുക്കൊരു രസകരമായ ചിന്താ പരീക്ഷണത്തിലൂടെ തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ തലച്ചോറിലെ ജലാംശം അഥവാ വെള്ളം മുഴുവനായി വലിച്ചെടുത്താൽ പിന്നെ അവിടെ എന്തായിരിക്കും ബാക്കിയുണ്ടാവുക എന്ന്? അതായത്, ആ പോഷകങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ വിഭജിച്ചാൽ എന്തൊക്കെയാവും നമുക്ക് കിട്ടുക? നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഇതാണ് ആ രസകരമായ ഉത്തരം. ബാക്കിയുള്ള ഭാരത്തിന്റെ സിംഹഭാഗവും കൊഴുപ്പുകൾ അഥവാ ലിപ്പിഡുകളാണ്. അതിനുശേഷമാണ് പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ, മറ്റു സൂക്ഷ്മ പോഷകങ്ങൾ, പിന്നെ ഗ്ലൂക്കോസ് എന്നിവയൊക്കെ വരുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആ ഒരു മടുപ്പോ അല്ലെങ്കിൽ രാത്രി വൈകിയുള്ള വല്ലാത്തൊരുണർവോ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അതിന് കാരണം ഈ ഘടകങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന നേരിട്ടുള്ള സ്വാധീനമാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ നമ്മൾ തലച്ചോറിന് 4 വ്യത്യസ്ത പോഷക തൂണുകളായി തിരിക്കാൻ പോവുകയാണ്. കൊഴുപ്പുകൾ, അമിനോ ആസിഡുകൾ, സൂക്ഷ്മ പോഷകങ്ങൾ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ഓരോ വിഭാഗവും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തൂണിലേക്ക് കടക്കാം. കൊഴുപ്പുകൾ അഥവാ ഫാറ്റ്സ്. ഇവ എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ അടിസ്ഥാന ഘടനയായി മാറുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അണ്ടിപ്പരിപ്പ്, വിത്തുകൾ, കൊഴുപ്പുള്ള മത്സ്യം എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒമേഗ-3, ഒമേഗ-6 തുടങ്ങിയ സൂപ്പർസ്റ്റാർ ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് തീർച്ചയായും ആവശ്യമാണ്. കോശസ്തരങ്ങൾ നിലനിർത്താനും തലച്ചോറിന്റെ ജീർണത തടയാനും ഇവ കൂടിയേ തീരും. എന്നാൽ മറുവശത്ത് വില്ലന്മാരുണ്ട്: ട്രാൻസ് ഫാറ്റുകളും സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും. തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഇവയുടെ ദീർഘകാല ഉപയോഗം നമ്മൾ തീർച്ചയായും ഒഴിവാക്കുക തന്നെ വേണം. ഇനി രണ്ടാമത്തെ വിഭാഗം, അമിനോ ആസിഡുകൾ. ശരീരത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും നിർമ്മാണ ഘടകങ്ങളായ ഇവ നിങ്ങളുടെ മൂഡ് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് നോക്കാം. ഇതില് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, അമിനോ ആസിഡുകളിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാക്കാനുള്ള പ്രീകേഴ്സറുകൾ അടങ്ങിയിട്ടുണ്ട്. നാഡീകോശങ്ങൾക്കിടയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന രാസവസ്തുക്കളാണിവ. നമ്മുടെ ഉറക്കം, ശരീരഭാരം എന്നിവ മുതൽ ഒരു വലിയ പ്ലേറ്റ് പാസ്ത കഴിച്ചതിനുശേഷം നമുക്ക് വല്ലാത്തൊരു ശാന്തത തോന്നുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണത്തിനു ശേഷം നമ്മൾ കൂടുതൽ ഉന്മേഷവാന്മാരാകുന്നത് എന്തുകൊണ്ട് എന്നതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ രാസവസ്തുക്കളാണ്. പക്ഷേ ഈ പോഷകങ്ങൾ തലച്ചോറിലെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊരു വലിയ മത്സരമാണ്. അമിനോ ആസിഡുകൾക്ക് അവിടെ എത്താൻ പരസ്പരം മത്സരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടുതന്നെ തലച്ചോറിലേക്കുള്ള സന്ദേശവാഹകരുടെ ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വന്നാൽ ഡോപ്പാമൈൻ അല്ലെങ്കിൽ സെറട്ടോണിൻ പോലുള്ള രാസവസ്തുക്കൾ കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു വശത്തേക്ക് മാത്രം തിരിഞ്ഞുപോകുന്നത് തടയാൻ കഴിയും. ഇനി നമ്മുടെ മൂന്നാമത്തെ തൂണിലേക്ക് നീങ്ങാം. നിങ്ങളുടെ തലച്ചോറിന്റെ സ്വന്തം ബോഡിഗാർഡുകളായി പ്രവർത്തിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളെ അഥവാ മൈക്രോ ന്യൂട്രിയൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ തലച്ചോറ് വർഷങ്ങളോളം കേടുകൂടാതെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ശക്തമായ സംരക്ഷണം ആവശ്യമാണ്, അല്ലേ? കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ആന്റിഓക്സിഡന്റുകളാണ് തലച്ചോറിനെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഓർമ്മക്കുറവും മാനസിക തളർച്ചയും തടയാൻ B6, B12, ഫോളിക് ആസിഡ് തുടങ്ങിയ ശക്തമായ വിറ്റാമിനുകളും തലച്ചോറിന്റെ അടിസ്ഥാനപരമായ വികാസത്തിന് ഇരുമ്പ്, ചെമ്പ്, സിങ്ക്, സോഡിയം തുടങ്ങിയ സൂക്ഷ്മധാതുക്കളും തലച്ചോറിന് കൂടിയേ തീരൂ. ഇതാണ് ആ പ്രതിരോധ നിര. ഈ പറഞ്ഞ വിലയേറിയ പോഷകങ്ങളെയെല്ലാം കാര്യക്ഷമമായി മാറ്റാനും ഉപയോഗിക്കാനും തലച്ചോറിന് വലിയ അളവിൽ ഇന്ധനം ആവശ്യമാണ്. അതാണ് നമ്മുടെ അവസാനത്തെ പോഷകത്തൂണായ കാർബോഹൈഡ്രേറ്റ്സിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. തലച്ചോറിന് എത്രത്തോളം ഊർജ്ജം വേണമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ശരീരഭാരത്തിന്റെ വെറും 2% മാത്രമേ വരുന്നുള്ളൂ. വളരെ ചെറിയൊരു ഭാഗം. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ ചെറിയ അവയവം നിങ്ങളുടെ മൊത്തം ഊർജ്ജ സ്രോതസ്സുകളുടെ 20% വരെയാണ് ഒറ്റയ്ക്കുപയോഗിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ ദഹിച്ച് ഗ്ലൂക്കോസായി മാറുമ്പോഴാണ് പ്രധാനമായും ഈ ഊർജ്ജം ലഭിക്കുന്നത്. രക്തത്തിലെ ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നത് നിങ്ങളുടെ തലച്ചോറിനെ വളരെ വേഗം ബാധിക്കും. പോഷകങ്ങളുടെ കുറവുണ്ടെന്ന് ശരീരം കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണം തന്നെ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റമാണ്. അത്രയ്ക്ക് സെൻസിറ്റീവാണ് നമ്മുടെ തലച്ചോറ്. കാർബോഹൈഡ്രേറ്റുകൾ അന്നജം, പഞ്ചസാര, ഫൈബർ എന്നീ രൂപങ്ങളിലാണ് വരുന്നത്. ഇതിന്റെ അനുപാതം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രതികരണത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഉദാഹരണത്തിന്, വൈറ്റ് ബ്രെഡ് പോലുള്ള ഉയർന്ന ഗ്ലൈസമിക് ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് പുറത്തുവിടുകയും അതിനുശേഷം പെട്ടെന്നുള്ളൊരു തളർച്ച, അതായത് ഒരു ക്രാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ശ്രദ്ധയും മൂഡും പാടെ തകർക്കും. എന്നാൽ ഓട്സ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ കുറഞ്ഞ ഗ്ലൈസമിക് ഭക്ഷണങ്ങൾ
സ്ഥിരമായ ശ്രദ്ധയ്ക്കു വേണ്ടി വളരെ സാവധാനത്തിൽ മാത്രമേ ഗ്ലൂക്കോസ് നൽകുന്നുള്ളൂ. അതാണ് തലച്ചോറിനു വേണ്ട ശരിയായ ഊർജം. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. വൈവിധ്യമാർന്നതും പോഷകസമൃദ്ധവുമായ ഒരു ഭക്ഷണക്രമം തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ട് ഇത്ര നിർണായകമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ കഴിക്കുന്ന ഓരോ പിടി ഭക്ഷണവും അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണവും ശക്തമായ അവയവത്തെ നിർമ്മിക്കുകയും അതിന് ഇന്ധനം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെയാണോ അതോ വെറും വയറിനെയാണോ പരിഗണിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം ശീലമാക്കുക, തലച്ചോറിനെ കൂടുതൽ ശക്തമാക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.